നമസ്കാരം. പരമശിവനെ നിത്യവും ആരാധിക്കുകയാണ് എങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് തന്നെ ഫലങ്ങൾ വന്നു തുടങ്ങും. കാരണം ക്ഷിപ്രപ്രസാദിയാണ് പരമശിവൻ. ശരിയായ രീതിയിൽ പരമശിവനെ ആരാധിച്ചാൽ ആ വ്യക്തികളുടെ ജീവിതത്തിൽ ഉയർച്ച മാത്രമേ വന്നു ചേരൂ. എന്നാൽ പരമശിവനുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പരമശിവന്റെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ അന്നേ ദിവസം പരമശിവനെ ശരിയായ രീതിയിൽ ആരാധിച്ച് ശരിയായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ വർഷം മുഴുവൻ അവർക്ക് സൗഭാഗ്യം വന്നു ചേരും. അത്തരത്തിൽ പരമശിവന്റെ കടാക്ഷത്താൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ, ഐശ്വര്യങ്ങൾ അത് മുൻകൂട്ടി അറിയുക പ്രയാസകരമായ കാര്യം തന്നെയാകുന്നു. എന്നാൽ പരമശിവന്റെ കൃപാ കടാക്ഷത്താൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ചില ആവശ്യങ്ങൾ നടക്കുമോ എന്നും ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം. എന്നാൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ മറ്റു തൊടുകുറിയിൽ ആവശ്യപ്പെട്ട ആ ആഗ്രഹങ്ങൾ ഈ തൊടുകുറിയിൽ ആവശ്യപ്പെടരുത് എന്ന കാര്യമാകുന്നു. മറ്റൊരാവശ്യം നിങ്ങൾ ഭഗവാനോട് ഈ സമയം ചോദിക്കേണ്ടതാകുന്നു. നിങ്ങൾ ചോദിക്കുന്ന ആ പുതിയ ഒരു ആവശ്യം അത് ഭഗവാൻ നടത്തി തരുമോ ഇല്ലയോ എന്നുകൂടി ഈ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ചെയ്യേണ്ടത്, പരമശിവന്റെ ഈ തന്നിരിക്കുന്ന 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാകുന്നു. അതിൽ ആദ്യത്തെ ചിത്രം പരമശിവന്റെ ചിത്രമാണ്. രണ്ടാമത്തെ ചിത്രം ശിവകുടുംബ ചിത്രമാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രമാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതിനായി ഏവരും കണ്ണുകൾ അടച്ച് പരമശിവനോട് ഒരു പുതിയ ആവശ്യം പറയുക. ആ ആവശ്യം നടക്കണം എന്ന് പരമശിവനോട് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിവായി പോകണം എന്നും പരമശിവനോട് ഈ നിമിഷം ഏവരും പ്രാർത്ഥിക്കുക. കണ്ണുകൾ അടച്ചു തന്നെ ഏവരും പ്രാർത്ഥിക്കുക. ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് വിചാരിക്കുന്നത്. ഇനി പതുക്കെ കണ്ണുകൾ തുറന്ന് ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ആ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട ഫലങ്ങളെക്കുറിച്ച് ഇനി മനസ്സിലാക്കാം. അതിന് മുന്നോടിയായി ഇന്നേ ദിവസം ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസമായതിനാൽ തന്നെ കണ്ണുകൾ അടച്ച് അതിന് മുന്നോടിയായി ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട നാമമായ പഞ്ചാക്ഷരി മന്ത്രം ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്ന് ഭഗവാന് വിശേഷപ്പെട്ട ദിവസം ആയതിനാൽ തന്നെ ഈ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. അതേപോലെ ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ തിരുവാതിര പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ആദ്യത്തെ ചിത്രമായ പരമശിവന്റെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ചില തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളാൽ പല കാര്യങ്ങളും, നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നടക്കുന്നില്ല. ഇപ്പോൾ ആഗ്രഹിച്ച ആ കാര്യവും ചില തടസ്സങ്ങളാൽ ചില പ്രയാസങ്ങൾ തന്നെ അനുഭവിക്കുന്നുണ്ട്. കഠിനമായ പ്രയത്നം ഉണ്ട് എങ്കിലും ലക്ഷ്യത്തിൽ എത്തുവാൻ സാധിക്കാത്ത അവസ്ഥ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിങ്ങൾക്കുണ്ട് എന്നതാണ് വാസ്തവം. എന്നാൽ ഇതിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം. കാരണം പരമശിവന്റെ കടാക്ഷം നിങ്ങളിലുണ്ട്. അതിനാൽ തന്നെ തീർച്ചയായും ഭഗവാനെ നിത്യവും ആരാധിച്ച് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കഠിനമായ പ്രയത്നങ്ങൾ നടത്തുകയാണ് എങ്കിൽ ജീവിതത്തിൽ ഉടനെ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കാത്തിരിപ്പ് അനിവാര്യമാകുന്നു. നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ, ഇപ്പോൾ ആഗ്രഹിച്ച ആ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ അല്പം കാത്തിരിപ്പ് തന്നെ വേണ്ടിവരും എന്ന് തന്നെയാണ് ഫലം. അതായത് പെട്ടെന്ന് നടക്കണം എന്നില്ല. എന്നാൽ കഠിനപ്രയത്നം ചെയ്യുകയാണ് എങ്കിൽ ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. അതിനാൽ ശരിയായ രീതിയിൽ ഈ കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച് ഒരു കാര്യവും ഉപേക്ഷിക്കരുത് എന്ന കാര്യം ഓർക്കുക. കുടുംബത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കലഹങ്ങളുണ്ട്.
ആ കലഹങ്ങളാൽ ജീവിതത്തിൽ വളരെയധികം മനസമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉള്ളത്. എത്ര സത്യസന്ധമായി പ്രയത്നിച്ചാലും പലരും ചതിക്കുന്നു. വഞ്ചന ജീവിതത്തിൽ നേരിട്ടുകൊണ്ടേ ഇരിക്കുന്നു. അത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും, അത് നിങ്ങൾ വളരെയധികം വിശ്വസിക്കുന്നവരിൽ നിന്ന് പോലും ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം ഓർക്കുക. അല്ലെങ്കിൽ അത്തരത്തിൽ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തിരിച്ചറിയുക. അതിനാൽ ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ പ്രയത്നിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. പല കുറ്റപ്പെടുത്തലുകളും നിങ്ങൾക്ക് നേരെ ഉണ്ട്. പലരും നിങ്ങളെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നു എന്നതാണ് വാസ്തവം. അത് നിങ്ങളുടെ മനസ്സിൽ വളരെയധികം വിഷമതകൾ സൃഷ്ടിച്ചിരിക്കുന്ന കാര്യമാകുന്നു. ഒറ്റപ്പെടൽ ജീവിതത്തിൽ വളരെയധികം ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അത് വളരെ വേണ്ടപ്പെട്ടവരിൽ നിന്നാകാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ നിങ്ങളെ പരിഗണിക്കുന്നില്ല എന്നൊരു ചിന്തയും നിങ്ങളുടെ മനസ്സിലുണ്ട്. അതിനാൽ ഇത്തരത്തിലുള്ള വിഷമവും നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന കാര്യം വാസ്തവം തന്നെയാകുന്നു. മനസ്സ് ശുദ്ധവും അതേപോലെ തന്നെ നിഷ്കളങ്കവുമാണ്. അതിനാൽ തന്നെ മറ്റുള്ളവരുടെ വിഷമം നിങ്ങൾക്ക് കണ്ടു നിൽക്കുവാൻ, സഹിക്കുവാൻ സാധിക്കുന്നതല്ല. ശത്രുവായാൽ പോലും മനസ്സ് അലിയുന്ന പ്രകൃതമാണ് നിങ്ങളുടേത്. അവഗണന നിങ്ങൾ നേരിട്ടുകൊണ്ടേ ഇരിക്കുന്നു. അത് വേണ്ടപ്പെട്ടവരിൽ നിന്ന് പോലും നിങ്ങൾക്ക് ഇത്തരത്തിൽ അവഗണന ഉണ്ട് എന്ന കാര്യം ഓർക്കുക. എന്നാൽ ഈ പരാമർശിച്ച കാര്യങ്ങളിൽ പലതും ജീവിതത്തിൽ നിന്നും അകലുവാൻ പോകുന്നു എന്ന കാര്യം ഓർക്കുക. പരമശിവനായി തന്നെ ഒരു വഴി ഈ കാര്യങ്ങൾക്കെല്ലാം തന്നെ കാട്ടിത്തരുന്നതാകുന്നു. അതിനാൽ ഭഗവാന്റെ കടാക്ഷത്താൽ ഈ കാര്യങ്ങളിൽ പലതും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുവാൻ പോകുന്നു എന്ന് തന്നെ പറയാം. അത് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹം തന്നെയാകുന്നു. അതിനാൽ തന്നെ തീർച്ചയായും ഭഗവാനെ നിങ്ങൾ നിത്യവും ആരാധിച്ച് ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ച് മുന്നോട്ട് പോവുക. ഭഗവാനെ എപ്പോഴും സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ സ്മരിക്കുക. കാരണം ക്ഷിപ്രപ്രസാദിയാണ് സാക്ഷാൽ പരമശിവൻ. നിങ്ങളുടെ ഭക്തിയിൽ ഭഗവാൻ പ്രസീതനാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് എന്നുകൂടി മനസ്സിലാക്കുക. അതിനാൽ മാത്രമാണ് ഈ വിശേഷപ്പെട്ട ദിവസം പോലും ഈ തൊടുകുറി നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നത്. തീർച്ചയായും ഈ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം വന്നു ചേരും. അതെല്ലാം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ തന്നെയാണ്. രണ്ടാമത്തെ ചിത്രമായ ശിവകുടുംബ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അത്തരത്തിൽ ഒരു ആഗ്രഹം ഭഗവാനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ആ ആഗ്രഹം നടക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ പ്രയത്നം അനിവാര്യമാണ്. പ്രയത്നിക്കുകയാണ് എങ്കിൽ, ആത്മാർത്ഥമായി ആ കാര്യത്തിന് വേണ്ടി പ്രയത്നിക്കുകയാണ് എങ്കിൽ ഭഗവാനോട് ആവശ്യപ്പെട്ട ആ കാര്യം നടക്കും. ജീവിതത്തിൽ അത് സന്തോഷം കൊണ്ടുവരും എന്ന് തന്നെയാണ് ഫലം. നിങ്ങളുടെ മനസ്സിലേക്ക് വളരെയധികം സന്തോഷം കൊണ്ടുവരുവാൻ ആ കാര്യത്തിന് സാധിക്കും. അത് ജീവിതത്തിൽ ശരിയായി നടന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം വന്നു ചേരും. തൊഴിൽപരമായി വളരെയധികം ഉയർച്ച നിങ്ങൾക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരും എന്ന കാര്യവും മറക്കാതിരിക്കുക. പുതിയ ജോലി അന്വേഷിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല എന്ന കാര്യവും ഓർക്കുക. ആഗ്രഹിച്ച ജോലി തന്നെ ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. സ്ഥിരം ജോലി തന്നെ ലഭിക്കാം. തടസ്സങ്ങൾ ഉണ്ടായിരുന്നത് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇല്ലാതാകും എന്ന് തന്നെയാണ് ഫലം. പക്ഷേ ഭഗവാനെ നിത്യവും നിങ്ങൾ ആരാധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. സ്വന്തമായി വീടും സ്ഥലവും ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളിൽ പലരും. ആ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നുകൂടി മനസ്സിലാക്കുക. സാമ്പത്തികപരമായ പ്രയാസങ്ങളുണ്ട്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ തടസ്സം നിൽക്കുന്നു എന്ന കാര്യവും അറിയേണ്ടതായിട്ടുണ്ട്. അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ചില വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും. ആ വഴികൾ ഭഗവാൻ കാണിച്ചു തരുന്നതാണ് എന്നുകൂടി മനസ്സിലാക്കുക. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവസരങ്ങൾ വന്നു ചേരുമ്പോൾ അത് ശരിയാവണ്ണം വിനിയോഗിച്ചാൽ ആ വ്യക്തിയുടെ ഉയർച്ച പെട്ടെന്നായിരിക്കും. അത്തരത്തിൽ ചില വഴികൾ ഭഗവാനായി തന്നെ നിങ്ങൾക്ക് കാട്ടിത്തരുന്നതാകുന്നു. ആ വഴികളിലൂടെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വിജയം നേടുവാൻ സാധിക്കും. അനാവശ്യമായ ചിലവുകൾ അനവധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്.
പ്രതീക്ഷിക്കാതെയാണ് ഇത്തരം ചെലവുകൾ വരുന്നത്. ആ ചെലവുകൾ പലതും ഒഴിവാക്കുവാൻ പരമാവധി നിങ്ങൾ ശ്രമിക്കുക. ഈശ്വരാധീനം, ഭഗവാന്റെ കടാക്ഷം വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് എന്നുകൂടി മനസ്സിലാക്കുക. ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങളിൽ ദേഷ്യം വന്നു ചേരുന്നു. അത് നിങ്ങളുടെ തുടർന്നുള്ള വിജയങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കും. സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാനുള്ള അവസരങ്ങൾ പോലും നഷ്ടപ്പെടുത്തും എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. കൂടാതെ ക്ഷമ അനിവാര്യമാണ് എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതാകുന്നു. കുടുംബ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റു ചില വ്യക്തികളുമായുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു. എന്നാൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ഭഗവാന്റെ കടാക്ഷത്താൽ ഇതിനൊരു പരിഹാരം ലഭിക്കും. എപ്രകാരം ഈ കാര്യങ്ങൾ ഒഴിവാക്കാം, അല്ലെങ്കിൽ എത്തരത്തിൽ ഈ കാര്യത്തിന് ഒരു പരിഹാരം വന്നു ചേരാം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില ചിന്തകൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. കുടുംബസൗഖ്യം ജീവിതത്തിൽ ഭഗവാന്റെ കടാക്ഷത്താൽ വർദ്ധിക്കാൻ പോകുന്ന ഒരു അവസരമാണ് ഇത്. ചെറിയ തർക്കങ്ങൾ പോലും പരിഹരിച്ച് മുന്നോട്ടു പോകേണ്ടത് അനിവാര്യമാകുന്നു. നിങ്ങളുടെ ആഗ്രഹം, ഭഗവാനോട് ആവശ്യപ്പെട്ട ആ ആഗ്രഹം നടക്കും എന്ന കാര്യം കൂടി അറിയുക. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതേപോലെ തന്നെ നിത്യവും ഭഗവാനെ ആരാധിക്കുകയും ഭഗവാന്റെ മന്ത്രങ്ങൾ കൂടി ജപിക്കുവാൻ തീർച്ചയായും മറക്കാതിരിക്കുക.